ലോക സമുദ്രതീര ശുചീകരണ ദിനം നാളെ. സമുദ്രതീരങ്ങളെ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ആഗോളതലത്തിൽ സെപ്റ്റംബറിലെ 3-ാമത്തെ ശനിയാഴ്ചയാണ് സമുദ്രതീര ശുചീകരണ ദിനമായി ആചരിക്കുന്നത്. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 106 സമുദ്രതീരങ്ങളിലും ശുചീകരണം നടത്തും. ശുചിത്വമാർന്ന കടൽ തീരം, സുരക്ഷിതമായ സമുദ്രമെന്ന സന്ദേശം നൽകി 1986 മുതലാണ് അന്തർദേശീയ തലത്തിൽ സമുദ്രതീര ശുചീകരണ ദിനാചരണം ആരംഭിച്ചത്. സമുദ്രതീരങ്ങളെ പ്ലാസ്റ്റിക് മുക്തമാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഓരോ മണിക്കൂറിലും 11 ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് മനുഷ്യർ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നാളെ രാവിലെ മുതൽ ആരംഭിക്കുന്ന ശുചീകരണ പരിപാടികളുടെ ഭാഗമായി കേരളത്തിലും വിപുലമായ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതി രക്ഷാ സുപോഷണ വേദിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ സമുദ്രതീരങ്ങൾ ശുചീകരിക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ പറഞ്ഞു. ഈ മാലിന്യങ്ങൾ മുഴുവൻ, അത് സമുദ്ര തീരത്തായാലും സമുദ്രത്തിലായാലും, ഈ മാലിന്യങ്ങൾ മുഴുവൻ ഒഴുക്കി വിടുന്നതിൻ്റെ പൂർണ്ണമായ കാരണം മനുഷ്യൻ തന്നെയാണ്. മനുഷ്യനാണ് ഈ മാലിന്യങ്ങളെല്ലാം ഒഴുക്കി വിടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ദുഃഖ അവസ്ഥയിൽ ഈ സമുദ്രങ്ങളുടെ പരിരക്ഷ, ഈ സമുദ്ര തീരങ്ങളുടെ ശുചീകരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പിന് ഏറ്റവും വലിയ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ധർമ്മം, ആ ഒരു കർമ്മമാണ് ഈ സെപ്റ്റംബർ 20-ാം തീയതി ഇപ്പോൾ വരാൻ പോകുന്നത്. അതായത് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ 3-ാമത്തെ ശനിയാഴ്ചയാണ് ഈ സമുദ്ര തീര ശുചീകരണ ദിനം നമ്മൾ ആചരിക്കുന്നത്. ഈ സമുദ്ര തീരങ്ങൾ നമ്മൾ ശുചീകരിക്കുന്നത്. അപ്പോൾ ഈ തവണ അത് ഈ വരുന്ന 20-ാം തീയതി ശനിയാഴ്ചയാണ്. രാവിലെ 8 മണി മുതൽ 10 വരെയാണ് ശുചീകരണം. കേരളത്തിലെ വിവിധ ജില്ലകളിലെ 589 കിലോമീറ്റർ സമുദ്രതീരങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ഖരമാലിന്യങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവ ശുചീകരണത്തിൽ പങ്കാളികളാകും. ജനം, കൊച്ചി.